ഒരു പനി വന്നയുടനെ അല്ലെങ്കിൽ ഒരു വയറുവേദന, ഒരു തലവേദന വന്നയുടനെ നമ്മൾ എല്ലാവരും കഴിക്കുന്നതാണ് പാരസെറ്റമോൾ എന്ന്. നമ്മുടെ ശരീരത്തിൽ നിന്നും വിഷാംശത്തെ നീക്കം ചെയ്യുക എന്ന ജോലി കൃത്യമായി ചെയ്യുന്ന അവയവമാണ് വൃക്ക. ശരീരത്തിന് ആവശ്യമില്ലാത്ത ജലം, ലവണം, ദ്രാവകങ്ങൾ ഇവയെല്ലാം മൂത്രത്തിലൂടെ പുറത്തേക്ക് കളയുകയും ചെയ്യുന്നത് ഇവയാണ്. വൃക്കയിലെ കോശങ്ങൾ അനിയന്ത്രിതമായി വളരാൻ തുടങ്ങുകയും ട്യൂമർ രൂപപ്പെടുകയും ചെയ്യുമ്പോഴാണ് വൃക്ക ക്യാൻസർ ഉണ്ടാകുന്നത്. ജനിതക ഘടകങ്ങൾക്ക് ഇതിൽ വലിയൊരു പങ്കുണ്ടെങ്കിലും ശീലങ്ങൾ പലപ്പോഴും വൃക്കയിലെ അർബുദം വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ ദൈനംദിന ശീലങ്ങളിൽ പലതും അവ എത്ര നിരുപദ്രവകരമാണെന്ന് തോന്നിയാലും വൃക്ക ക്യാൻസർ വരാനുള്ള സാധ്യതയിലേക്ക് എത്തിക്കാറുണ്ടെന്ന് വിശാഖപട്ടണത്തെ ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നെഫ്രോളജി ആൻഡ് യൂറോളജിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും സീനിയർ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റുമായ ഡോക്ടർ അമിത് സാമ്പിൾ എസ്റ്റുഡിയൽ ലൈഫ് സ്റ്റൈൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. വൃക്ക ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ദൈനംദിന ശീലങ്ങളെക്കുറിച്ച് ഡോക്ടർ അമിത് സാമ്പിൾ പറയുന്നത് നോക്കാം. വെള്ളം കുടിക്കുന്നതിന് പകരം ചായയും ശീതളപാനീയങ്ങളും ശീലമാക്കുന്നത് കൊണ്ടുള്ള ദോഷം. പകൽ സമയത്ത് ധാരാളം ആളുകൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാറില്ല. പ്രത്യേകിച്ച് ചൂടുള്ളതും ഈർപ്പവുമുള്ള പ്രദേശങ്ങളിൽ നിർജ്ജലീകരണം വൃക്കകളുടെ കാര്യക്ഷമത കുറയ്ക്കുകയും വിഷവസ്തുക്കളുടെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് വൃക്ക ക്യാൻസറിന് കാരണമാകും. ദൈനംദിന ഭക്ഷണത്തിൽ ഉയർന്ന ഉപ്പ് ഉപയോഗിക്കുന്നതിൻ്റെ ദോഷം. അച്ചാറുകൾ മുതൽ പപ്പടങ്ങളും കറികളും വരെയും നമ്മൾ കഴിക്കുന്ന എല്ലാ ഫാസ്റ്റ് ഫുഡുകളിലും അധിക ഉപ്പ് നമ്മുടെ ഭക്ഷണത്തിൽ ആഴത്തിൽ ചേർക്കുന്നുണ്ട്. ഇത് കാലക്രമേണ വൃക്കകളെ ബുദ്ധിമുട്ടിക്കുകയും ക്യാൻസർ സാധ്യതയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. വേദന സംഹാരികളുടെ അമിത ഉപയോഗം കൊണ്ടുള്ള ദോഷം. നടുവേദനയ്ക്കോ പനിക്കോ ഇബുപ്രോഫെയിൻ, ഡൈക്ലോഫെനാക്ക്, പാരസെറ്റമോൾ തുടങ്ങിയ വേദന സംഹാരികൾ കഴിക്കുന്നത് സാധാരണമാണല്ലേ. കാലക്രമേണ ഇവ വൃക്കകളെ നശിപ്പിക്കുകയും ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. പുകയില കൊണ്ടുള്ള ദോഷം. ഏത് രീതിയിൽ ഉപയോഗിച്ചാലും പുകയിലയിൽ അടങ്ങിയ അർബുദകാരികളായ ഘടകങ്ങൾ രക്തത്തിലൂടെ വൃക്കകളിലെത്തുന്നു. ഇത് വൃക്കയിലെ അർബുദത്തിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. റെഡ് മീറ്റിന്റെ അമിത ഉപയോഗം കൊണ്ടുള്ള ദോഷം. ഗ്രീൻ ചെയ്ത, വറുത്ത അല്ലെങ്കിൽ സംസ്കരിച്ച മാംസം പതിവായി കഴിക്കുന്നത് ക്യാൻസറുമായി ബന്ധമുള്ള ദോഷകരമായ രാസവസ്തുക്കളെ പുറത്തുവിടും. ഡയറ്റിൽ പച്ചക്കറികൾ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇവ വൃക്കകൾക്ക് ആവശ്യമായ സംരക്ഷണം നൽകുന്നു. വ്യായാമക്കുറവ്, ഉദാസീനമായ ജീവിതശൈലിയും കുറഞ്ഞ ശാരീരിക പ്രവർത്തനങ്ങളും പൊണ്ണത്തടി, ഉയർന്ന രക്തസമ്മർദ്ദം, ഇൻസുലിൻ പ്രതിരോധം എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇവയെല്ലാം വൃക്കകളെ സമ്മർദ്ദത്തിലാക്കുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്.